അമേരിക്ക ഇറാനെ ആക്രമിച്ചതോടെ പശ്ചിമേഷ്യ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ കടുത്ത ആശങ്കയിലാണ്. മേഖലയിൽ അമേരിക്കയ്ക്ക് വലിയ സൈനിക സാന്നിധ്യം ഉള്ളതിനാൽ ഇറാന്റെ പ്രത്യാക്രമണം എങ്ങനെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ലായ്മ നിലനിൽക്കുകയാണ്. ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങൾ തുടങ്ങിയ യുദ്ധമല്ല ഇത്. 2020 ഇറാന്റെ സൈനിക മേധാവി ഖാസിം സുലൈമാനിയെ അമേരിക്കൻ സൈന്യം ഇറാഖിൽ വെച്ച് കൊലപ്പെടുത്തിയപ്പോൾ ഇറാൻ ശക്തമായി തിരിച്ചടിച്ചിരുന്നു. ഒരു വിദേശ രാജ്യത്ത് വെച്ച് അമേരിക്കൻ സൈന്യം ഇത്രയും ശക്തമായ മിസൈൽ ആക്രമണം നേരിട്ടത് അന്ന് ആദ്യമായിട്ടായിരുന്നു. ഈ ആക്രമണത്തിൽ 100-ലധികം US സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഈ സംഭവം മുൻനിർത്തി ഇത്തവണ ഇറാൻ എന്താണ് കരുതിയിരിക്കുന്നതെന്ന ആശങ്കയിലാണ് ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾ. പശ്ചിമേഷ്യയിൽ ഏകദേശം 40,000-ഓളം അമേരിക്കൻ സൈനികരുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ സൈനികർ നിലയുറപ്പിച്ചിരിക്കുന്നത് ഖത്തറിലാണ്. ദോഹയോട് ചേർന്നുള്ള അൽ ഉദൈദ് സൈനിക താവളത്തിൽ ഏകദേശം 13,000-ഓളം US സൈനികരുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.